കല്ലമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 20ാം കുടുംബസംഗമം ഞായറാഴ്ച. അംഗങ്ങൾക്ക് ആത്മനിർവൃതിയുടെ ചാരിതാർത്ഥ്യം. കല്ലമ്പുറത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ആത്മീയതയും സഹജീവനവും ആധാരമാക്കി രൂപീകരിച്ച കല്ലമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 20ാം കുടുംബസംഗമവും രാസലഹരി വിരുദ്ധ ബോധവൽക്കരണവും ഞായറാഴ്ച നടക്കുമെന്ന് പ്രസിഡന്റ് സിജു ചുമ്മാർ, സെക്രട്ടറി റെനി ചെറുവത്തൂർ, അനിൽ കെ ജോസ്, റിംസൺ, സാബോസ് കറിയാച്ചൻ എന്നിവർ അറിയിച്ചു. കല്ലമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 20ാമത് വാർഷിക കുടുംബസംഗമമാണ് ഈ വരുന്ന ജൂൺ 29 ഞായറാഴ്ച KCFിൻ്റെ ഓഫീസിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കല്ലമ്പുറത്തുള്ള മൊത്തം ക്രിസ്തീയ വിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2005 നവംബർ മാസം 6-ാം തീയതിയാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. 2005 CP പോളിന്റെ നേതൃത്വത്തിൽ സേവനത്തിനും സഹകരണത്തിനും ഒരു മാതൃകയാക്കുവാനായി സഭാവ്യത്യാസമില്ലാതെ 150ഓളം കുടുംബങ്ങൾ ചേർന്ന് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ഫെലോഷിപ്പ് രൂപീകരിച്ചത്. 2005 നവംബർ 6-ന് വീടുകളിൽ മരണാനന്തര സഹായം എന്ന ആശയത്തിൽ തുടങ്ങിയ കൂട്ടായ്മയുടെ യാത്ര എന്ന വിശ്വാസത്തിന്റെയും സേവനത്തിന്റെയും ജീവകാരുണ്യ പാതയിലും പടർന്നു നിൽക്കുകയാണ്. ഗ്രാമത്തിൽ ഭൂരിഭാഗം കുടുംബങ്ങൾക്കും ഫെലോഷിപ്പിന്റെ സഹായ സ്പർശം ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ഫെലോഷിപ്പിന്റെ മുന്നോട്ടുള്ള പാതയിലേക്ക് ചെറുവത്തൂർ വീട്ടിൽ ഷിജു അബ്രഹാം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പാവന സ്മരണയ്ക്കായി സൗജന്യ സ്ഥലം നൽകി. ചെറുവത്തൂർ വർഗീസിന്റെ പാവന സ്മരണയ്ക്ക് കുടുംബം 1ാം നില കെട്ടിടം പണിതീർത്തു. ക്രൈസ്തവ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകി റിലീഫ് മിഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് വീടുകളിൽ മരുന്നെത്തിച്ചു നൽകൽ, അനാഥമന്ദിരം സന്ദർശനം, തൃശൂർ മെഡിക്കൽ കോളേജ് ക്യാൻസർ വാർഡ് ധനസഹായം, രോഗി പരിചരണത്തിനുള്ള ഉപകരണങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്നിവ ഫെലോഷിപ്പിന്റെ മുഖ്യ പ്രവർത്തനങ്ങളായി ഇതിനകം മാറിയിട്ടുണ്ട്. റിലീഫ് പദ്ധതിയുടെ ഭാഗമായി നാടിന്റെ ഹൃദയത്തിൽ നിരവധി ജീവകാരുണ്യ സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. 20ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടന നിശ്ചയിച്ച പരിധിക്കുള്ളിലെ 2 പാവപ്പെട്ട വീടുകളിലെ പുനർനിർമ്മാണത്തിന് സഹായം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് വർഗീസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന 20ാം വാർഷികം ചാരിതാർത്ഥ്യത്തിന്റെ ധന്യമുഹൂർത്തമാണ് സമ്മാനിക്കുന്നത്. കുടുംബസംഗമം സീനിയർ അംഗം CV ശോശാമ ഉദ്ഘാടനം ചെയ്യും. രാസലഹരിക്കെതിരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ നയിക്കും. വിവാഹ ജീവിതത്തിൽ രജത ജൂബിലി ആഘോഷിക്കുന്നവർ, നവദമ്പതിമാർ, SLC+2 ഡിഗ്രി വിജയികൾ, 60, 70, 84, 90 വയസ്സ് തികഞ്ഞവർ എന്നിവർക്ക് ആദരവും ചടങ്ങിൽ നൽകും. വിവിധ കലാപരിപാടികളും സ്നേഹവിരുദ്ധം ഉണ്ടാകും. പരിപാടികൾക്ക് പ്രസിഡന്റ് സിജു ചുമ്മാർ, സെക്രട്ടറി റെനി ചെറുവത്തൂർ, ട്രഷറർ ബിജു താരകുട്ടി, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും നേതൃത്വം നൽകും. നടക്കണം. ഉച്ചയ്ക്ക് 5 മണിക്കാണ് നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം സംഘടനയുടെ സീനിയർ വനിതാ മെമ്പറായിട്ടുള്ള ശോശാമ്മ CVയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ 25 വർഷം 50 വർഷം പൂർത്തീകരിച്ച് വിവാഹ ജീവിതത്തിൽ പൂർത്തീകരിച്ചവർ, SLC+2 ഡിഗ്രി പാസ്സായ കുട്ടികൾ, അവരെയൊക്കെ നമ്മളിതിൽ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാസലഹരിക്കെതിരെ കുന്നോളം എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ സാർ ഒരു ബോധവൽക്കരണ ക്ലാസ് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയായിട്ടും മനസ്സിലായതിൻ്റെ പേരിൽ കൂടുതൽ ആളുകളിലേക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാതാപിതാക്കളെ അറിയിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഒരു ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതിമാരെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഇവിടെ അന്നേ ദിവസം സംഗമത്തിൻ്റെ അന്ന്. പിന്നെ SSLC+2 വിജയിച്ചുള്ള കുട്ടികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. മറ്റ് PG അതുപോലെ ഗവൺമെൻറ് അംഗീകൃത കോഴ്സുകളിൽ വിജയിച്ചിട്ടുള്ള കുട്ടികളെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അതുപോലെ നവദമ്പതിമാരിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. 60, 84, 90 വയസ്സ് തികഞ്ഞവരെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കല്ലമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിൻ്റെ തന്നെ റിലീഫ് മിഷൻ എന്ന പേരിലെ ഒരു സംഘടന ഇതിനോടുകൂടി തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിപ്പോരുന്നുണ്ട്. അതാണ് ഉദ്ദേശം. സംഘടനയുടെ ലക്ഷ്യം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. ആവശ്യമായ ആളുകളെ സഹായിക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക. അതിനോടൊപ്പം തന്നെ മരണ വീടുകളിൽ നമ്മളിപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു അത്യാഹിതമാണ് മരണം. അപ്പം അങ്ങനത്തെ അവസരത്തിൽ അവിടെ ഒരാളുടെ സഹായം ഒരു തരത്തിലും ആ വീട്ടുകാരെ ബാധിക്കാറില്ല. വീട്ടുകാർക്ക് ഒരു പരിപാടി അന്ന് അവിടെ ഉണ്ടാവാറില്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ KCF ആണ് അവിടെ നടത്താറ്. അപ്പം തന്നെ ചെറിയൊരു സാമ്പത്തിക സഹായം അതിന് അവസാനമായിട്ട് വീട്ടുകാർ കൊടുക്കും. പിന്നെ മരണത്തോടനുബന്ധിച്ച് വീടിന് പ്രത്യേക ചെലവില്ല എന്ന് തന്നെ പറയാം. ആണെങ്കിൽ നമ്മൾ സമൂഹത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് മരുന്ന് വീട്ടിലെത്തിച്ചു കൊടുക്കുക. എല്ലാ ആഴ്ചയിലും ഡോക്ടറുടെ ലിസ്റ്റ് പ്രകാരമുള്ള മരുന്ന്
നമ്മളെല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളവർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പൈസ നമ്മൾ സാമ്പത്തികമായി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഭവനം പണിയാൻ പൈസ ഇല്ലാതെ വരികയാണെങ്കിൽ സാമ്പത്തികമായ സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അനാഥ മന്ദിരം സന്ദർശിക്കുന്നുണ്ട്. അതെല്ലാ വർഷത്തിലും നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ പോയി നമ്മൾ അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ഈ സംഘടന നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രോഗി പരിചരണത്തിന് ആവശ്യമായ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഗി പരിചരണത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, മുഴുവൻ ഉപകരണങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഓക്സിജൻ സിലിണ്ടർ, കട്ടില്, അതുപോലെ തന്നെ വാട്ടർ ബെഡ്, എയർ ബെഡ്, വാക്കർ, വീൽ ചെയർ എന്ന് വേണ്ട എന്ത് സാധനം ആണ് രോഗി പരിചരണത്തിന് ആവശ്യമായിട്ട് വേണ്ടത്, ആ രോഗിക്ക് വേണ്ടത് അത് നമ്മുടെ കയ്യിലുണ്ട്. അത് അവർക്ക് ഉപയോഗിക്കാൻ നമ്മൾ ഈ സാധനം കൊടുക്കുന്നുണ്ട്. സൗജന്യമായിട്ടാണ് നമ്മളത് സംഗതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളിലുള്ള ആളുകൾ പോലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത വർഷം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, അതായത് 25-26 വർഷത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നു ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭവനം പണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പത്തികമായി സഹായം ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 വൃക്കരോഗികളെ അവർക്ക് ഡയാലിസിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാസത്തിലും അവർക്ക് അതിൻ്റെ പൈസ എത്തിച്ചു കൊടുത്ത് ഡയാലിസിന് വേണ്ടുന്ന പൈസ നമ്മൾ കൊടുക്കാനുള്ള പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഇനിയും ആളുകൾ നമുക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ നമുക്ക് ലിസ്റ്റ് ആളുകൾ തരികയാണെങ്കിൽ, സാമ്പത്തികമായിട്ട് തീരെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് മരുന്ന് കിട്ടാനില്ല, പൈസ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതുപോലെ ഈ ഹാള് നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. നിർദ്ധരായിട്ടുള്ള ഒരു വിവാഹം നടത്തുകയോ മറ്റ് കാര്യങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ ഹാള് നമ്മൾ വിട്ടുകൊടുക്കുന്നത്. ഇതിന് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും ഇതിനകത്തിട്ടുണ്ട്. മേശ, കസാര, അതുപോലെ തന്നെ മറ്റേ പാത്രങ്ങൾ, എല്ലാ ഐറ്റവും ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്.